ഞാൻ പറഞ്ഞത് ജീവിതം എന്നത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു യാത്രയാണ്. ഓരോ യാത്രകളിലും ഒരു വഴിത്തിരിവുണ്ട്. ആ ഒരു വഴിത്തിരിവുണ്ടായില്ല എങ്കിൽ ലോകത്ത് മഹാന്മാരൊന്നും ജനിക്കപ്പെടുമായിരുന്നില്ല. ഒരു മഹാന്മാരും ഗർഭാശയത്തിൽ നിന്ന് മഹാനായി ജനിക്കുകയല്ല. നയിച്ചുപോയ എല്ലാ യുദ്ധങ്ങളും പരാജയപ്പെട്ട അവസാന നിരാശനായി ഗുഹാമുഖത്ത് അഭയം തേടി ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് പല പ്രാവശ്യം വല നെയ്തിട്ടത് പൊട്ടിപ്പോകുമ്പോൾ വീണ്ടും വീണ്ടും ആ വല നെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചിരന്തയെ ആകസ്മികമായി കാണാൻ ഇടവന്നില്ലായിരുന്നുവെങ്കിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന ചരിത്ര പുരുഷനെ ലോകത്ത് ചിലപ്പോൾ കാണുവാൻ കഴിയുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ നെപ്പോളിയന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് ആത്മഹത്യാ മുനമ്പിലെത്തി നിൽക്കുമ്പോൾ തന്റെ കൺമുമ്പിൽ കണ്ട ചിരന്തയുടെ പരിശ്രമമാണ്. പരാജയപ്പെട്ടിട്ടും വീണ്ടും പരിശ്രമത്തിലൂടെ വിജയത്തിലോട്ട് കടക്കുന്ന ചിരന്തയുടെ വലയുടെ രൂപീകരണമാണ് നെപ്പോളിയൻ എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷനെ ലോകത്ത് സമ്മാനിച്ചതെങ്കിൽ ആകസ്മികമായി ഗുഹാമുഖത്ത് കണ്ട ചിരന്തയുടെ ജീവിതം നെപ്പോളിയന്റെ ജീവിതയാത്രയിലെ വഴിത്തിരിവ്. കലിംഗ യുദ്ധം കഴിഞ്ഞ് നടന്നു പോകവേ ഇരുന്തരണാങ്കണത്തിൽ പ്രാണന് വേണ്ടി നിലവിളിക്കുന്ന 10,000 കണ്ടില്ലായിരുന്നുവെങ്കിൽ അശോക ചക്രവർത്തി ചിലപ്പോൾ വർത്തമാന മഹാവീരനായി മാറുമായിരുന്നില്ല. അയാൾ ജൈനമതത്തിന്റെ വിശ്വാസിയാകുമായിരുന്നില്ല. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ഓരോ വഴിത്തിരിവുകളുണ്ട്. ആ വഴിത്തിരിവുകൾ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചോളം ജീവിതത്തിന്റെ ഗതികളെ മാറ്റി നിൽക്കുന്ന വഴിത്തിരിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിതയാത്ര തുടങ്ങുമ്പോൾ ഒരാൾ എന്താണോ അങ്ങനെ തന്നെ അയാളുടെ ജീവിതത്തിന്റെ യാത്ര അവസാനിക്കണമെന്നില്ല. ഏറ്റവും വലിയ സന്മാർഗത്തിന്റെ വഴിച്ചത്തിലൂടെ നടന്നുപോയി അവസാന പാതിപടിയിൽ ഒരു വഴിത്തിരിവിലൂടെ ദുർമാർഗത്തിലേക്ക് കടന്നുപോയി അഭിശപ്തമായ ശപിക്കപ്പെട്ട അന്ത്യം നടത്തപ്പെട്ട ധാരാളം മഹാമനുഷ്യങ്ങളെ ലോകചരിത്രം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ദുർമാർഗത്തിലൂടെ ജീവിതം ആഗ്രഹിച്ച് അവസാനം ഏതോ ഒരു വഴിത്തിരിവിന്റെ മുമ്പിൽ വെച്ച് പുണ്യത്തിന്റെ പൂക്കാലമായി കടന്നുവന്ന് ആരെയും കൊതിപ്പിക്കുന്ന സന്മാർഗത്തിന്റെ വിടപറയൽ നൽകിയ മഹാപുരുഷന്മാരെ ലോകചരിത്രത്തിൽ ധാരാളം അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഒരാളെ എഴുതിത്തള്ളാൻ കഴിയുന്നത് അയാൾ ദുർമാർഗിയായി മരിക്കണമെന്നില്ല. അവിടെയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ സന്മാർഗത്തിന്റെ ശില്പാന്താപകളെ ലോകത്തിന് മുമ്പിൽ പകർത്തിക്കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് കാണാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു മനുഷ്യൻ ദുർമാർഗിയാണ്. അയാൾ ദുർമാർഗത്തിലെ അയാളുടെ ജീവിതത്തിൽ ഒരു നന്മ പോലും അയാൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിന്റെ സാരാംശം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദുർമാർഗിയായി അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും അനീതിയുടെയും ഇരുട്ടിന്റെയും വഴി നടന്നുപോയ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അയാൾ ഒരു നന്മ പോലും ചെയ്തിട്ടില്ല. അവസാനം അയാളെ കുറിച്ച് ലോകം മുഴുവനും വിലയിരുത്തി ഇവൻ നരകത്തിന്റെ അവകാശിയാ. കാരണം അവൻ ജീവിതത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരു നന്മ പോലെ ജീവിതത്തിലില്ലാത്ത അയാള് നരകത്തിന്റെ അവകാശിയാണെന്ന് എല്ലാവരും അയാളെ കുറിച്ച് വിലയിരുത്തവേ മരണം ആസന്നമാകുന്നതിന് തൊട്ടു മുമ്പ് ആ മനുഷ്യന്റെ മനസ്സിനൊരു മാനസാന്തരമുണ്ടായി. അയാൾ ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു നന്മയാളെ ചെയ്യുകയാ. ആ നന്മ ചെയ്ത ഉടനെ അവന്റെ അടുക്കിലേക്ക് മരണദൂതൻ കടന്നു വന്ന അയാള് മരിക്കുകയും ചെയ്തപ്പോ ഹബീബായ നബി തങ്ങൾ പറയുക, വർഷാന്തരങ്ങളോളം ഭൂമിലോകത്ത് ജീവിച്ചിരുന്നിട്ട് അവസാനം വിധത്തിലൊരു വഴിത്തിരിവ് പോലെ അയാളൊരു നന്മ ചെയ്ത് ആ നന്മ പൂർത്തീകരിക്കുമ്പോൾ അവന്റെ മരണവും സംഭവിച്ചപ്പോ അതേവരെ നരകത്തിന്റെ അവകാശി എന്ന് ജനങ്ങൾ പരിചയപ്പെടുത്തിയ അയാൾ മരണത്തിന്റെ തൊട്ട് മുമ്പ് സൽക്കർമ്മം ചെയ്യാൻ റബ്ബവന് തൗഫീഖ് കൊടുക്കുകയാ. ആ സന്മർഗത്തിലൂടെ അവന്റെ മേൽവിലാസം മാറി അവന് സ്വർഗാവകാശിയായ അയാൾ മരണപ്പെട്ടു പോയെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഞ്ചപകപ്പൂത്തേനിന്റെ അതരങ്ങളിൽ നിന്ന് ഈ സംഭവം പറഞ്ഞു കൊടുക്കവേ സഹാബത്ത് മുഴുവനും ആ മനുഷ്യന്റെ മഹാഭാഗ്യമൊത്തിട്ട് അത്ഭുതത്തോടെ നിൽക്കവേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, എന്റെ
എന്റെ പ്രിയപ്പെട്ട സഹാബ, ദുർമാർഗികളായി മക്ക പർവ്വതത്തിന്റെ മറുഭാഗത്ത് മദ്യപാനത്തിന്റെ അടിമകളായി പെണ്ണിന് വേണ്ടി ജീവിച്ചിരുന്ന ദുർമാർഗത്തിന്റെ അധപതനത്തിന്റെ അധമഭാവതലങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ വെളിച്ചത്തിന്റെ സന്മാർഗത്തിലേക്ക് കടന്നു വന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഏതെന്നറിയോ? ഒരാള് ജീവിതത്തിലെ ആള് സന്മാർഗിയാ, എല്ലാ നമസ്കാരവും നിർവഹിക്കുന്ന, സർവ്വ നോമ്പുകളും പിടിക്കുന്ന, സർവ്വ സദഖകളും ചെയ്യുന്ന അയാൾ ജീവിതത്തിൽ ചെയ്യാത്ത നന്മകളില്ല. എല്ലാ നന്മകളും ചെയ്ത മനുഷ്യനെ സമൂഹം മുഴുവനും ഇയാൾ സ്വർഗത്തിന്റെ അവകാശിയാ, ഇവൻ സ്വർഗത്തിന്റെ അഖിലകാരനാ, ഇവൻ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമയാ. പാതിരാത്രിയിൽ എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ മുമ്പിൽ നെറ്റി തൊട്ടുകൊണ്ടിട്ട് നമസ്കരിക്കുന്ന, എല്ലാ റമളാനിലും പള്ളിയിൽ ഇറങ്ങാതെ നോമ്പിടുവിക്കുന്ന, എല്ലാ സന്മാർഗത്തിന്റെയും മുമ്പിൽ നിൽക്കുന്ന സന്മാർഗിയായ ഒരു മനുഷ്യനെ കുറിച്ച് എല്ലാവരും അവന്റെ സ്വർഗത്തിന്റെ ഉടമയാണ് പറയവേ, അവസാനം മരണത്തിന്റെ തൊട്ടുമുമ്പ് അറിയാതെ അയാളുടെ ദുർമാർഗത്തിലേക്ക് പോവുകയാ. അയാളൊരു മഹാ അപരാധം ചെയ്യുകയും, ഉദാഹരണത്തിന് മരണത്തിന്റെ തൊട്ടുമുമ്പ് ഒരു അഭിശപ്ത നിമിഷത്തിൽ അയാൾ വ്യഭിചരിച്ചു. ആ വ്യഭിചാരം കടന്ന ഉടനെ അവന്റെ റൂഹ് പിടിക്കാൻ അല്ലാഹു അസ്റായിലിനെ പറഞ്ഞു വിട്ടപ്പോ അതേവരെ സ്വർഗാവകാശി എന്ന് ലോകം മുഴുവനും ഒരേ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ആ മനുഷ്യൻ മരണത്തിന് മുമ്പ് സംഭവിച്ചൊരു ദുർമാർഗത്തിന്റെ പേരിൽ അയാളെ നരകത്തിന്റെ അവകാശിയായി മരിച്ചു പോയിട്ടുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്താ, ജീവിതം എന്ന് പറഞ്ഞാൽ അവസാനത്തെ നിമിഷം എങ്ങനെയാണോ സംഭവിക്കുക, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ വല്ലാഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാണ്, സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കണേ. അവസാന നിമിഷം ഈ ഭൂലോകത്ത് നിന്ന് വിട പറയുമ്പോ അവസാനത്തെ ശ്വാസം അവന്റെ ശരീരത്തിൽ നിന്ന് സലാം പറഞ്ഞു പോകുമ്പോ അവന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്, അതാണ് പരലോകത്തിന്റെ അവസ്ഥ എന്നെന്ന് ലോകത്തിന്റെ മുമ്പിൽ പറയാമെന്ന് സത്യത്തിന്റെ പുനരുദ്ധാരകനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതം മുഴുവൻ സന്മാർഗത്തിലൂടെ നടന്നു വന്നിട്ട് അവസാനം ഒന്ന് പാദമൊന്ന് തെറ്റിയപ്പോ, മനസ്സൊന്ന് ചഞ്ചലമായപ്പോ, പടച്ചറപ്പിന്റെ സ്മരണ മനസ്സിൽ നിന്നൊരു നിമിഷം ഒന്ന് വിട്ടുമാറിയപ്പോ അതേവരെ അയാൾ ആയുസ്സിൽ ചെയ്ത സൽക്കർമ്മം എവിടെ പോയി? ഇതാണല്ലോ ഖുർആൻ പറഞ്ഞൊരു മഹാമനുഷ്യന്റെ കഥയില്ലേ. അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് അറിവ് പറഞ്ഞു കൊടുത്തിരുന്ന 10,000 ശിഷ്യന്മാരുണ്ടായിരുന്ന, വൃക്ഷത്തിന്റെ ഇലയിൽ സുജൂദ് ചെയ്യാൻ കിടന്നിരുന്ന, ഞാൻ നിങ്ങളൊക്കെ പള്ളിയിൽ പോയി സുജൂദ് ചെയ്യുമ്പോ ആകാശത്തിലൂടെ പറന്ന് നടക്കവേ വൃക്ഷത്തിന്റെ ഇലയിൽ സുജൂദ് ചെയ്യാനുള്ള കറാമത്ത് ലഭിച്ച അല്ലാമ ഇബ്നു ബാഊറ എന്ന ലോക പ്രശസ്തനായ പണ്ഡിതപടു മരിക്കുന്നത് വരെ സൽക്കർമ്മത്തിൽ മാത്രം കടന്നു പോയ ആളാ. പക്ഷേ അവസാനം അയാളുടെ മനസ്സിലേക്ക് ഒരു തെറ്റിലേക്കുള്ള അഭിവാദം വന്നപ്പോ അവസാനം നരകാവകാശിയായിട്ട് ആ മഹാമനുഷ്യൻ വിട പറഞ്ഞു പോയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മോട് പറയവേ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തിനാ ചെറുപ്പക്കാരെ മാത്രമേ ഈ സദസ്സിൽ അഭിസംബോധന ചെയ്യുന്നില്ല? കാരണം എന്തെന്നറിയോ? പാപം ഇന്ന് പ്രായവ്യത്യാസമില്ലാതെ മനുഷ്യന്റെ മേൽവിലാസത്തിലേക്ക് കടന്നു വരുമ്പോ 60 വയസ്സായ വയോവൃദ്ധം വരെ വ്യഭിചാര ആരോപണത്തെ കുറ്റത്തിൽ പിടിക്കപ്പെടുമ്പോ പാപമെന്നൊരു പ്രായവ്യത്യാസമില്ലാതെ മനുഷ്യനെ നിഴല് പോലെ പിന്തുടരുമ്പോ വല്ലാമിന് ബാഊറയുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ഗുണപാഠമായി നിൽക്കുമ്പോ മറുഭാഗത്ത് ഞാനൊരു ചരിത്രം പറയുകയാ. അതാരെന്നറിയുമോ? ആ മനുഷ്യനൊരു സുഹൃതവാനായിരുന്നില്ല. ലോകത്തിന്റെ മുഴുവനെ തിക്തമായ അഭിപ്രായങ്ങൾ ഏറ്റുവാങ്ങിയ അള്ളജിനാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ ഒരു കൈയിൽ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും മറുകൈയിലെ ചാട്ടവാറും ചുണ്ടിൽ ചൂളം വിളിയുമായി തന്റെ ഇടത്തെ കയ്യിൽ മദ്യത്തിന്റെ ചഷകവും പിടിച്ചു വലത്തെ കയ്യിൽ സുന്ദരി പെണ്ണിന്റെ താളത്തിനൊത്ത് കുതുങ്ങുന്ന നിബന്ധത്തിന്റെ താഴ്ഭാഗത്ത്
താരാട്ട് പാട്ടിനേക്കാൾ സുന്ദരമായ ലൈംഗികതയുടെ താളാപ്പകൾക്ക് വാക്കുവെച്ചു കൊടുത്ത ചിലകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിലുക്കാള ചന്തയിൽ സുന്ദരികളായ പെൺകുട്ടികളുടെ കൈ പിടിച്ചുകൊണ്ട് ചുടലത്തെ തഞ്ച വിട്ടിയ ലായസ്ലഹു വലതു ഖത്താബ് ഹത്താ യസ്ലഹു ഹിമാറു ഖത്താബ്. ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന കഴുതക്ക് മാനസാന്തരം വന്നാലും ഖത്താബിന്റെ മകൻ ഉമറിന് മാനസാന്തരം ഉണ്ടാവില്ലെന്ന് ലോക ചരിത്രത്തിൽ ഒരാളെ ചരിത്രം ഇത്രത്തോളം എഴുതി തട്ടിയിട്ടില്ല. വിവരമില്ലാത്ത, വികാരമുള്ള, വിവേചനമില്ലാത്ത നാൽക്കാലിയായ കഴുതക്ക് മാനസിക പരിവർത്തനമുണ്ടായാലും ലായസ്ലഹു വലതു ഖത്താബ് ഹത്താ യസ്ലഹു ഹിമാറു ഖത്താബ്. ഖത്താബിന്റെ വീട്ടിലെ തൊഴുത്തിൽ വളർത്തുന്ന നാലുകാലുള്ള വികാരമുള്ള, വിവേചനമില്ലാത്ത, പഞ്ചേന്ദ്രിയ പരിജ്ഞാനമില്ലാത്ത, ബുദ്ധിയില്ലാത്ത കഴുതയുടെ മനസ്സിന് സാന്ദ്രമുണ്ടായാലും ആ ഖത്താബിന്റെ വീട്ടിൽ കിടന്നിറങ്ങുന്ന ഖത്താബിന്റെ മകന്റെ മനസ്സിന് മാനസാന്തരമില്ലെന്ന് മക്കാര് മുഴുവനും 1000 വട്ടം ആവർത്തിച്ചു പറഞ്ഞ ആ നാടിന്റെ പേടി സ്വപ്നമായിരുന്ന മക്കയിലെ ഉമ്മമാര് കുട്ടികളെ തൊട്ടിലെടുത്തിട്ട് താരാട്ട് പാടുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെങ്ങാനും പൊട്ടിക്കരഞ്ഞാൽ ആ ഉമർ വരുന്നു എന്ന് പറഞ്ഞാൽ തൊട്ടിൽ കിടന്ന് കരയുന്ന മക്കൾ പോലും പേടിച്ച നാമം കേട്ടു 3 അക്ഷരമുള്ള പേര് കേട്ടിട്ട് പേടിച്ച് 2 മിണ്ടാട് കിടന്നിരുന്ന മക്കാ രാജ്യത്തിന്റെ, മക്കാ നഗരത്തിന്റെ പേടി സ്വപ്നമായിരുന്ന ആരോ വന്നിട്ട് ഉമറേ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അല്ലാഹുവിന്റെ റസൂലിന്റെയോടുള്ള അടങ്ങാത്ത പകാരന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച ഹബീബായ നബി തങ്ങളെ കൊല്ലാൻ വാളുമെടുത്ത് നടന്ന ലോകത്തിന്റെ വീരശൂര പരാക്രമി ആ മനുഷ്യന്റെ ഹൃദയത്തിന് മാനസാന്തരം ഉണ്ടായി കഴിഞ്ഞപ്പോ ആ കാട്ടാള ഹൃദയത്തിലേക്ക് ഖുർആനിന്റെ നാദവീതികൾ അടിച്ചിറങ്ങിയപ്പോ ഹബീബായ നബി തങ്ങളെ വെട്ടിക്കൊല്ലാൻ ഉരുപ്പിടിച്ച വാളുമായും മക്കയുടെ മണൽപ്പരപ്പുകളെ പൊടി പറപ്പിച്ചുകൊണ്ട് കുതിരയെ പായിച്ച ഉമർ, അതേ ഉമറല്ലേ ഒരു സുബഹി നമസ്കാരത്തെ മദീനത്തെ പള്ളിയിലിരിക്കവേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ഇന്നലെ രാത്രിയിൽ ഞാൻ കിടന്നിറങ്ങവേ ഒരു സ്വപ്നം കണ്ടപ്പോ ആ സ്വപ്നത്തിൽ ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോയപ്പോ ആ സ്വർഗത്തിൽ ഞാനൊരു മണിമാളിക കണ്ടു. ആ മാളിക കണ്ടതിന്റെ ആഗ്രഹത്തോടെ മണിമാളികയിലേക്ക് വലത്തെ കാലെടുത്ത് വെക്കാൻ പോയപ്പോ ഒരശരീരി കേട്ടു, മുഹമ്മദേ, അതങ്ങേക്കുള്ള മാളികയല്ല, പിന്നെ ഇതാർക്കുള്ളതാ? ഇതങ്ങയുടെ അരിയായി ഉമറിന് വേണ്ടി അല്ലാഹു വെച്ചിരിക്കുന്ന മണിമാളികയാണെന്ന് ഉമർ എന്ന പേര് കേട്ടപ്പോ എടുത്തു വെച്ച കാല് ഞാൻ പേടിയോടെ പിൻവലിച്ചു. സഹാബാ, അത് ഉമറിനുള്ള കൊട്ടാരമാ. ഉമറിന്റെ കൊട്ടാരത്തിലേക്ക് മുഹമ്മദ് കാലെടുത്ത് വെച്ച് കയറിപ്പോയാൽ പിന്നെ ഉമറിന്റെ മനസ്സിലെങ്ങാനും എന്നോടൊരു അതൃപ്തി ഉണ്ടാകുമോ എന്ന് പേടിച്ചു പോയി. സഹാബാ, ഇത് പറയേണ്ട താമസ സദസ്സിന്റെ മറുഭാഗത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു തേങ്ങല് വരികയാ. ആരെന്നറിയോ? ചെറുപ്പക്കാരാ, കവിൽ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി. കഴുതയുടെ മനസ്സിന് ഇളക്കമുണ്ടായാലും ഈ മനുഷ്യന്റെ മനസ്സിന് ഇളക്കമുണ്ടാകില്ലെന്ന് മക്കയില് ജനങ്ങൾ പറഞ്ഞ ഉമറാൻ എഴുന്നേറ്റ് നിന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ അഗീറത്തുൻ അലൈക യാ റസൂലല്ലാഹ്, ഉമറിനങ്ങയോട് ഹൃദയത്തിൽ പകയോ നബിയേ? അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ ഉമർ മുസ്ലിം ആവില്ലല്ലോ, അങ്ങ് വന്നില്ലെങ്കിൽ ഉമറിന് സ്വർഗം കിട്ടുമോ നബിയേ? നരകത്തിന്റെ കവാടത്തിൽ പിടിച്ചു നടന്ന ഉമറിന് സ്വർഗ കവാടം തുറന്നു തന്ന അങ്ങല്ലയോ നബിയേ? അങ്ങന്റെ പേര് കേട്ടിട്ട് ഭയന്ന നബിയേ, അഗാറുന അലൈക യാ റസൂലല്ലാഹ്, അങ്ങയോട് എനിക്ക് വിദ്വേഷമോ നബിയേ എന്ന് പറഞ്ഞ് ആരുടെ കരുത്തെടുക്കാനാണ് ഊരിപ്പിടിച്ച വാളുമായി പോയത്? ആ മനുഷ്യ നേതാവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തടം തല്ലി യാത്രയെ കണ്ണുനീര് കൊണ്ട് കഥ പറഞ്ഞു പോയാ ആ സമയത്തല്ലേ നബി തങ്ങളെ ചിരിച്ചിട്ട് പറഞ്ഞത്, ഉമറേ, ആർക്കാണ് നിന്നെ പേടിയില്ലാത്തത്? മാലകീക ശൈത്താനു സാലിക്കൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ.
സഹാബത്ത് അത്ഭുതത്തോടെ നിൽക്കവേ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്ദേശത്തോടെ പറഞ്ഞുവല്ലോ ഉമറേ, എന്നെ പേടിക്കാട് ഭൂമി ലോകത്ത് ആരാ ഉള്ളത് ഉമറേ? മാലകീക ശൈത്താനു സാലികൻ ഫജ്ജൻ ഖത്തു ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ. ഉമറേ, നീ ഒരു വഴിയിലൂടെ നടന്നു വരുമ്പോ മറുഭാഗത്തുകൂടി പിശാചാണ് നടന്നു വരുന്നതെങ്കിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പിഴപ്പിക്കുന്ന പിശാച് നിന്റെ നടല് കണ്ടാ ഇബ്ലീസ് പോലും പേടിച്ചിട്ട് ഓടും ഉമറേ എന്നല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ലോകം മുഴുവനും പേടിച്ചു പറഞ്ഞു പോയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായി മാനസാന്തരം ഇവിടെ നിന്നാ നരകത്തിന് അവകാശി എന്നെല്ലാവരും എഴുതി തള്ളിയെടുത്തു നിന്ന് വിശുദ്ധമായ ഖുർആന്റെ ഒരായത്തിറങ്ങിയപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായരെ 12 മണിക്കൂർ നിൽക്കാത്ത വയത് കേട്ടിട്ടല്ല, പാതിരാത്രി മുഴുവനും കരഞ്ഞിട്ടല്ല. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിന് മാനസാന്തരമുണ്ടായത് ദീർഘനേരം അദ്ദേഹത്തിനോട് ആരെങ്കിലും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ടല്ല. പിന്നെ എപ്പോഴാണെന്നറിയോ? ലോകചരിത്രത്തിന്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന പ്രപഞ്ചത്തിന്റെ ആമുഖ പുസ്തകമായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തൊന്ന് കേട്ടപ്പോ ഏത് സമയത്താണ് ഊരിപ്പിടിച്ച വാളുമായി കൊല്ലാനുള്ള പകയിൽ നിറഞ്ഞ ഹൃദയത്തോടെ നടന്നു പോകുമ്പോ ആ ഹൃദയത്തിലേക്ക് ഒരായത്ത് കേട്ടപ്പോ أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى ويتجهر بالقول فإنه يعلم السر وأخفى പ്രശസ്തമായ 2 അക്ഷരങ്ങളുടെ പ്രകമ്പനമുണ്ടായി. എന്താണ് അതിന്റെ അർത്ഥം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നറിയോ? നാളെ സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങൾ, നാളെ സ്വർഗത്തിലെ ഹൂറി പെണ്ണുങ്ങൾ സ്വർഗത്തിൽ വെച്ച് നൃത്തം ചവിട്ടുമത്രേ. ആ സമയത്ത് നൃത്തത്തിന്റെ അകമ്പടിയായിട്ട് അവര് പാടുന്ന പാട്ട് യാസീൻ എന്ന പാട്ട് പാടിയിട്ടാണ് ഹൂറിലീങ്ങൾ നൃത്തം ചെയ്യുന്നത് സ്വർഗത്തിലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗഹൂറാനികൾ നൃത്തം ചെയ്യുന്ന പാട്ടിന്റെ അകമ്പടിയുള്ള 2 അക്ഷരം കേട്ടപ്പോ കാട്ടാളന്റെ ഹൃദയത്തിലേക്ക് ഈ ആയത്തങ്ങൾ ഇറങ്ങിയപ്പോ അവസാനം അതിന്റെ അർത്ഥഗാംഭീര്യത്തിൽ ലയിച്ചിരിക്കവേ ഉമറേ ഉമറേ ഞാനാണെന്നറിയുമോ അല്ല പറയാണ് ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് വമാ ബൈനഹുമാ വമാ തഹത സറാ. ആകാശഭൂമികൾ എന്റേതാണ് ഉമറേ, ആകാശഭൂമികൾ എന്റേതാണ്. വമാ ബൈനഹുമാ ആകാശഭൂമികളുടെ ഇടയിലുള്ളതെല്ലാം, ആകാശത്തിനും ഭൂമിയുടെയും ഇടയിലുള്ള സർവ്വത നക്ഷത്രങ്ങളാകട്ടെ, നക്ഷത്രം ആകാശത്തിലല്ലല്ലോ, നക്ഷത്രം ആകാശത്തിന്റെ താഴെയാണ്, ആകാശത്തിന്റെ താഴെയാണ് നക്ഷത്രമുള്ളത്. വലഖദ് സയ്യന്ന സമാ ദുനിയാ ബിമസാബിഹാ. ഈ ശാസ്ത്ര സത്യം പറയാനാണ് ഖുർആൻ. ഒന്നാം ആകാശത്തിൽ ഞാൻ നക്ഷത്രങ്ങളെ വിളക്കാക്കി വെച്ചിരിക്കുകയാ. ആകാശത്തിന്റെ വിളക്കാണ് നക്ഷത്രം. അപ്പൊ ആകാശത്തിന്റെ താഴെയാണ് നക്ഷത്രങ്ങളുള്ളത്. ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വതിനെയും, അത് മേഘജാലകങ്ങളാകട്ടെ, നക്ഷത്രങ്ങളും താരാപഥങ്ങളും ഉൽക്കകളും ഗാലക്സികളും അടിയിലുള്ളതും മുകളിലുള്ളതും എന്റേതാണ് ഉമറേ. എത്ര സാവധാനത്തിന് നീ പറഞ്ഞാലും എത്ര രഹസ്യമായി ചെയ്താലും നിന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന ഒരേ ഒരാൾ ഞാനാണ്
ഉമറേ, അല്ലാഹുവിന്റെ വഹദാനിയത്തിന്റെ മാനം കേട്ടപ്പോ ഉമർ ശരീരം രക്തവേർപ്പിൽ മുങ്ങിക്കുളിച്ചു. ചോദിച്ചു സഹോദരി ഫാത്തിമയോട്, ഫാത്തിമ അല്ലാഹുവിന്റെ റസൂൽ എവിടെയുണ്ട്? ദാറുന്നദവയിലുണ്ട് ഉമറേ. ഓടിച്ചെന്ന് ദാറുന്നദവയിൽ പോയി വാതിൽ മുട്ടുമ്പോ ഹബീബായ മുത്തിന്റെ ശരീരത്തിലേക്ക് റിസാലത്തിന്റെ കരങ്ങൾ പിടിച്ചുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങളുടെ കൈ പിടിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഉമർ ചെയ്തതെന്നറിയോ? ആദ്യമായിട്ട് ഉമർ റളിയല്ലാഹു തആല നിസ്കരിക്കുകയല്ല, ദാറുന്നദവയുടെ 4 ചുവരിന്റെ ഉള്ളിൽ രഹസ്യമായിട്ട് അല്ലാഹു പറയുന്ന നബിയോട്, നബിയേ എന്താ ഉമറേ അങ്ങ് പറയുന്നത് സത്യമല്ല നബിയേ? അതേ ഉമറേ, ഇത് അല്ലാഹുവിന്റെ വാക്കാണ് നബിയേ. അതേ ഉമറേ, അങ്ങ് പറയുന്നത് സത്യമല്ല നബിയേ. അതേ ഉമറേ, പിന്നെ സത്യം ഒളിച്ചിരുന്ന് പറയാനുള്ളതല്ല, സത്യം പരസ്യമായി പറയാനുള്ളതാണ് നബിയേ. ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അതേവരെ പരസ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ദാറുന്നദവയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നിട്ട് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്ത നബി തങ്ങളുടെ കൈപിടിച്ചിട്ട് അങ്ങ് വാ നബിയേ, കഅബാലയത്തിന്റെ മത്താഫിൽ ചെന്നിട്ട് വിളിച്ചു പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമറേ, ഞാനല്ലേ പറയുന്നത്? ആദ്യമായിട്ട് ഇസ്ലാമിന്റെ ചരിത്ര പ്രസിദ്ധമായ ഘോഷയാത്ര നടത്തി സഹാബത്തിന് 2 ലൈനായിട്ട് നിർത്തി. ഒന്നിന്റെ മുൻഭാഗത്ത് നിന്നത് ഇസ്ലാമിന്റെ ചീറ്റപ്പുലി ഉമർ ഇബ്നുൽ ഖത്താബ്, രണ്ടാമത്തെ ഭാഗത്ത് നിന്നതാരെന്നറിയോ? ഇസ്ലാമിന്റെ ഗർജിക്കുന്ന സിംഹം അസദുല്ലാഹി ഹംസത്തുൽ ഖറാർ. ഒരു നേതൃത്വത്തിന് ആദ്യമായിട്ട് ഘോഷയാത്ര നടന്നത് അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയിച്ചപ്പോ വിജയാഹ്ലാദം നടത്തിയതല്ല. അത് പച്ചക്കടലിലോ ചുവന്നകളിലോ രണ്ടുമല്ലാത്തടുത്തോ നടന്നതിനേക്കാൾ ആദ്യമായിട്ട് 2 ലൈനാണിട്ടിട്ട് ഒന്നിന്റെ മുൻഭാഗത്ത് ഹംസത്തുൽ ഖറാറിന്റെ കയ്യിൽ മിന്നിത്തിളങ്ങുന്ന വാള് കൊടുത്തു. രണ്ടാമത്തെ ലൈനിന്റെ ഭാഗത്ത് ഉമർ നിന്നിട്ട് അതിന്റെ 2ന്റെയും നടുവിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ നിർത്തി. കഅബാലയത്തിന്റെ മുമ്പിലേക്ക് ഇസ്ലാമിന്റെ മാർച്ച് വന്നപ്പോ അബൂജഹലും ഉത്ബത്തും ശൈബത്തുമുള്ളവര് പേടിച്ച് 2 മാറി നിൽക്കുകയാ. തൊടാൻ ധൈര്യമില്ല. കാരണമെന്താ? ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഉമറാ, മറുഭാഗത്ത് ഹംസയാ. തൊട്ടാൽ വിവരമറിയാമെന്നറിഞ്ഞ് പഞ്ചപുച്ഛമടക്കിയിട്ട് വിനീത വിധേയരെ പോലെ മാറി നിൽക്കുമ്പോ കഅബാലയത്തിന്റെ മത്താഫിലേക്ക് ഹബീബായ മുത്തിന്റെ ഇടത്തും വലത്തും നിന്നിട്ട് ഉറക്കെ പറയും നബിയേ, അല്ലാഹുവിന്റെ റസൂൽ സ്വാതന്ത്ര്യത്തോടെ ആദ്യമായിട്ട് ഉറക്കെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലിന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ അശ്രുബിന്ദുക്കളെ കെട്ടിക്കിടക്കവേ അബൂജഹലിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ഉമർ ചോദിച്ചു, ആരുണ്ടടാ അല്ലാഹുവിന്റെ റസൂലിനെ തൊടാൻ? ഉമറിന്റെ ശരീരത്തോടെ ഏറ്റുമുട്ടാൻ കഴിയുന്ന ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ചവര് കടന്നു വരട്ടെ. അബൂജഹലിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 10 മിനിറ്റ് കൊണ്ട് മുഹമ്മദിന്റെ തല ഞാൻ കൊയ്തെടുക്കുമെന്ന് പറഞ്ഞ് മിന്നിത്തിളങ്ങുന്ന വാൾത്തലപ്പുകളെ അന്തരീക്ഷത്തിൽ കഥാപാത്രമാക്കി ചുടട്ടിയെറിഞ്ഞിട്ട് ഒരു ദുതകവനെന്ത് ചെയ്യുന്ന കുതിരപ്പുറത്ത് പാഞ്ഞുപോയ കാട്ടാളൻ 10 മിനിറ്റ് കൊണ്ടുവന്ന് ഞാൻ ഈ ഖുർആന്റെ അഹിരികാരനാണെന്ന് പറഞ്ഞ മാനസിക പരിവർത്തനം എവിടെയെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മക്കാ ഖുറൈശികളെ നോക്കി നിൽക്കവേ ആ പരിവർത്തനം എവിടെ നിന്ന? ആ പരിവർത്തനത്തിന്റെ തുടക്കം അനസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്കാ. ഹസ്രത്ത് ഉമർ